മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നുണ്ട്. ഇന്ന് ഇത് ഒരു റീഡിംഗ് ഉണ്ടാവുള്ളൂ, സെക്കൻഡ് റീഡിംഗ് ഇല്ല. ഓക്കെ, സോറി, റിലേഷൻഷിപ്പിൻ്റെ ഇടുന്നില്ല എന്ന്. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയാൻ ശ്രമിക്കുന്നത് നോക്കാം. വാട്ട് ഈസ് ദ യൂണിവേഴ്സ് ട്രൈങ് ടു ടെൽ യു? ഓക്കെ, എന്ത് മെസ്സേജാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്, എന്താണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബുക്ക് ഓഫ് ആൻസേഴ്സിനും കുറച്ച് നമ്മുടെ ഒറാക്കിൾ മെസ്സേജസിനും കൂടി എടുക്കും ഞാൻ. ഓക്കെ, സോ ക്വിക്ക് റീഡിംഗ്, ഷോർട്ട് റീഡിംഗ്. എനിക്കിന്ന് അധികം സമയമില്ല, അപ്ലോഡ് ചെയ്ത് റെഡിയാക്കണം നിങ്ങൾക്ക് വേണ്ടി. സോ മോർണിംഗ് അറ്റ്ലീസ്റ്റ് ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിംഗ് ഞാൻ ടൈം ഉണ്ടെങ്കിൽ പിന്നീട് പറ്റിയാൽ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് മതിയല്ലോ, നോക്കട്ടെ, ഞാൻ ശ്രമിക്കാം. ഉറപ്പ് പറയുന്നില്ല, ബട്ട് ഇന്നുണ്ടാവില്ല മിക്കവാറും. ഓക്കെ, അപ്പം ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ്, യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാം, എന്ത് മെസ്സേജോ ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. The crystal ball reveals a magnifying glass. Step away and examine your alternatives എന്നാ പറയുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ആദ്യം സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ പരിശോധിക്കാം എന്ന രീതിയിലാണ്. ഓക്കെ, മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം ചെയ്ത് നോക്കുക എന്ന് പറയില്ലേ, കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാ ഡീറ്റെയിൽസും, ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, ആക്ച്വലി കുറച്ച് ദൂരേക്ക് മാറാനാണ് പറയുന്നത്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വളരെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ മിസ് ചെയ്യും എന്ന് പറയും. ഓക്കെ, അതായത് എങ്ങനെയത് പറയാന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് വേറെ ചുറ്റുമുള്ള ഒന്നും കാണാൻ സാധിക്കില്ല, അങ്ങനെയും പറയാം. ഓക്കെ, വേറെ ചുറ്റുമുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണില്ല. ഒരു കാര്യത്തിനെ മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, പക്ഷെ അതിൻ്റെ ചുറ്റും വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അതൊന്നും നോക്കുന്നില്ല എന്നാണ്. എക്സാമിൻ യുവർ ഓൾട്ടർനേറ്റീവ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വഴി പോകണം എന്ന് വിചാരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, പശുവിൻ്റെ കാളാടെയൊക്കെ നമ്മളിങ്ങനെ കണ്ണ് ഇങ്ങനെ രണ്ട് സൈഡും കെട്ടിയിട്ട്, തമിഴ്നാടോ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഇങ്ങനെ കണ്ണ് കെട്ടി വെച്ചിട്ട് കുതിരയുടെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയില്ലേ, അതിങ്ങനെ ആ ഒരു കറക്റ്റ് വഴിയിൽ പോകണം എന്ന് വെച്ചാൽ. അപ്പം നമുക്ക് അതിനെന്താണെന്ന് വെച്ചാൽ അതിന് അപ്പുറം ഇപ്പുറം ഒന്നും കാണില്ല അല്ലേ. സോ ആ രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അതായത് നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ നിങ്ങളുടെ മുമ്പിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഒന്ന് ചുറ്റും നോക്കാൻ ശ്രമിക്കാം. വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ഉണ്ട് എന്നാണ് പറയുന്നത്, വേറെ ചില വഴികളും നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് മാറ്റേണ്ട കാര്യമുണ്ട്. ഒന്നാമത്തത്, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളൊന്ന് കൊടുക്കണം. നിങ്ങളിപ്പോൾ ഒരു കാര്യത്തിലേക്ക്, ഏതോ ഒരു കാര്യത്തിലേക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ ചുറ്റും പക്ഷെ വേറെയും കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് ലൈഫിൽ എന്നൊക്കെയാണ് പറയുന്നത്. അതെന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്, വേറെ എന്തൊക്കെ വഴികളാണ് നിങ്ങൾക്കുള്ളത്, എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങാം. ഓക്കെ, എൻ്റെ ഇവിടെ ഓക്കെ, നമുക്ക് ഒരു മെസ്സേജ് കൂടി എടുക്കാം. യൂണിവേഴ്സിൻ്റെ സെക്കൻഡ് മെസ്സേജ്, യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ശ്രമിക്കുന്നത്? The crystal ball is unmistakable. You will have to improvise എന്നാണ്. ഓക്കെ, അതായത് ഐഡിയാസ് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വഴി ഇല്ലെങ്കിൽ ആ വഴി നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കണം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തിന് സൊല്യൂഷൻ വേണമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ വഴികൾ കണ്ടെത്തണം. നിങ്ങൾ തന്നെ പല മെത്തേഡ്സും നിങ്ങൾ തന്നെ ട്രൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ ചില കാര്യങ്ങൾ ഇംപ്രോവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന രീതി പറയാം. ഓക്കെ, ഐഡിയ യൂസ് ചെയ്ത് മാറ്റിയെടുക്കുക എന്ന് പറയാം. സോ നിങ്ങൾ തന്നെ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ എന്താ വഴികൾ, അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞു വഴികളുണ്ട് എന്ന്, ആ വഴികൾ നിങ്ങൾ തന്നെ ഇംപ്രൂവൈസ് ചെയ്യണം എന്നും കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ഐഡിയാസ് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പറയുന്നത് ചുരുക്കത്തിൽ. ഓക്കെ, വേറെ വഴികളും ഉണ്ട്, വേറെ ഓപ്ഷൻസ് ഉണ്ട്, ആൻഡ് അതുപോലെ അത് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഇങ്ങനെ നേരെ വഴിക്ക് നടന്നില്ലെങ്കിൽ ഒന്ന് വളഞ്ഞ മൂക്ക് പിടിക്കേണ്ടി വരും എന്ന് പറയില്ലേ, ആ രീതിയിലും ഒന്ന് ശ്രമിക്കുക, അങ്ങനെയാവാം. ഓക്കെ, എന്തൊക്കെയോ മെസ്സേജസ് അല്ലേ. ഓക്കെ, വേറെന്താ യൂണിവേഴ്സ് പറയുന്നത്? You have rolled a 3. You will succeed according to your wish. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നടക്കുമെന്നാണ് പറയുന്നത്. നമ്പർ 3 ആണ്. 3 ഈസ് എ ലക്കി നമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്പിരിച്വൽ നമ്പറാണ്, ലക്കി നമ്പറാണ്. ഈ നമ്പർ പറയുന്നത് നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നാണ്. ഓക്കെ, നമ്മുടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡ് ഉണ്ട്. അപ്പോൾ ആ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ വരുന്നു, നിങ്ങൾക്ക് സക്സസ് വരുന്നു,
നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. യെസ്, ഓക്കെ. ബട്ട് അതിന് നിങ്ങൾ തന്നെ വഴികൾ കുറച്ചുകൂടി നിങ്ങൾ ആലോചിച്ച് ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ മെസ്സേജ് ഇവിടെ. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിങ്ങൾക്ക് നടക്കും. ആ നടക്കാനുള്ള വഴികളും യൂണിവേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷെ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ലെറ്റ്സ് സീ വൺ മോർ പേജ്. According to the palm reader, the Saturn middle finger indicates a guilty conscience. Apologize first. Okay. ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തോ തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലോ ഫാമിലിയിലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഓഫീസിലോ എവിടെയായാലും ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ, എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ തെറ്റ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളാണ് ഇവിടെ ആദ്യം സോറി പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. സോ ആരോടെങ്കിലും ഇപ്പോൾ നിങ്ങൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സോറി ആദ്യം ആവശ്യമുണ്ട്. ഇത്തവണ എല്ലാ തവണയല്ല, ഇത്തവണ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതിന് നിങ്ങൾ സോറി പറയുക. അതിപ്പോൾ ഏതെങ്കിലും വ്യക്തികളായിട്ട് പ്രശ്നങ്ങളാവണമെന്നില്ല. ജോലി സ്ഥലത്തായാലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്ന് കാണാം. ഫ്രണ്ട്ഷിപ്പിലായാലും എല്ലാവരും വീട്ടിലോ ഫാമിലിയുടെ ഇടയിലായാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് അവിടെ നിങ്ങളാണ് ഇത്തവണ മാപ്പ് പറയേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ് കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ദാറ്റ് ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളവർ ഒന്ന് മാപ്പ് പറയാൻ പറയുന്നുണ്ട്. നിങ്ങളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മാപ്പ് പറയാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ വേറെ വേറെ കാര്യങ്ങളും ആവാം നിങ്ങൾക്ക്. ഓക്കെ, ഒന്നുകൂടി. You have rolled number 4 which indicates you might be unhappy with the outcome. നിങ്ങൾക്ക് നേരത്തെ സക്സസ് വരും, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും എന്ന് പറഞ്ഞു അല്ലേ, വഴികൾ കിട്ടും, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത് യു മൈറ്റ് ബി അൺഹാപ്പി വിത്ത് ദി ഔട്ട്കം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്തത്? നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടുന്നുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങൾ അതിൽ സന്തോഷം ഉണ്ടാവില്ല എന്നുമാണ് പറയുന്നത്. എന്താണ് അങ്ങനെ? ആഗ്രഹിച്ച് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അപ്പോൾ മേ ബി നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ അത് എന്തുകൊണ്ടാണ് വരുന്നത്? അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടല്ല ഒരു ആഗ്രഹം വെച്ചിട്ടുള്ളത് എന്നെനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എന്തായാലും അൺഹാപ്പി വിത്ത് ദി ഔട്ട്കം എന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, അതിനിപ്പോൾ മറ്റേ പേഴ്സൺ ആരോടെങ്കിലും മാപ്പ് പറയേണ്ട കാര്യത്തിനാണോ? അതാണോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്? ഓക്കെ, the tea leaves have formed a mushroom shape. Try to look at it through the eyes of a child. Okay. See, നമ്മൾ ചില സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ ചില ആഗ്രഹങ്ങൾ വെക്കും അല്ലേ, ആഗ്രഹങ്ങൾ വെക്കും, പക്ഷെ അത് കിട്ടുമ്പോൾ നമ്മുടെ മനസ്സ് സാറ്റിസ്ഫൈയും ആവില്ല, നമുക്ക് അതിലൊരു സന്തോഷം തോന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടിയാലും പോരാ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഇതല്ലായിരുന്നു, മറ്റേതായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇത് പോരാ, ഇതിൽ കൂടുതൽ വേണം എന്ന രീതിക്കുള്ള ചിന്ത ഐ തിങ്ക് പോവുകയാണെന്ന് അതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളോട് പറയുന്നത് ഒരു കുഞ്ഞിനെ പോലെ ആലോചിക്കാം. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്, കുട്ടികൾ എങ്ങനെയാണ്, അവർക്ക് എന്ത് കിട്ടിയാലും അവർ ഹാപ്പിയാണ് അല്ലേ, അവർക്ക് എന്ത് വന്നാലും അവർ ഹാപ്പിയാണ്. ബിക്കോസ് അവരെ അത്ര വേഗം നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും. അവർക്ക് ബിക്കോസ് അവർ ഇന്നസെൻ്റ് ആണ്, വളരെ ഇന്നസെൻ്റ് ആണ് അവർക്ക്. അപ്പോൾ എന്ത് കിട്ടിയാലും അവരെ മനസ്സിൽ ലൈക്ക് അതൊരു സന്തോഷം അവർക്ക് ഉണ്ടാക്കും. അതേപോലെ ആവുക നിങ്ങൾ എന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ ഐ തിങ്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കും. മേ ബി പരിശ്രമിച്ച് മടുക്കുന്നത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ സന്തോഷമില്ലാത്ത. ചിലപ്പോൾ നമ്മൾ പറയില്ലേ കുറേ എഫേർട്ട് ഇട്ടു, അവസാനം പോയിട്ട് അത് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ നമുക്കത് ഒരു സന്തോഷം തരില്ല അല്ലേ, അങ്ങനെയും ആവാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു കുഞ്ഞിനെ പോലെ ആവാം. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ഇറ്റ് ത്രൂ ദ ഐസ് ഓഫ് എ ചൈൽഡ്. ഓക്കെ, ഒരു കുഞ്ഞിനെ പോലെ എല്ലാം കണ്ട് എൻജോയ് ചെയ്യുക. ഐ തിങ്ക് ആ കിട്ടുന്നത് എന്ത് തന്നെ ആയാലും അതിന് ഹാപ്പി ആയിട്ട് സ്വീകരിക്കുക നിങ്ങൾ. ഓക്കെ, ഒരു വൺ ലാസ്റ്റ് പേജ് എടുക്കാം. തമ്മിൽ കണക്റ്റഡ് ആയിരിക്കാം, അതെല്ലാം വേറെ വേറെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കണക്റ്റും ആവാം. ഓക്കെ, ഞാൻ പറയുന്നത് മാത്രം ആവണമെന്നില്ല, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവാമല്ലോ നിങ്ങളുടെയൊക്കെ ലൈഫിൽ. ലാസ്റ്റ് വൺ.
യു ഹാവ് റോൾഡ് എ 7 വിച്ച് ഫോർകാസ്റ്റ് ഫ്രസ്ട്രേറ്റിംഗ് ഡിലേസ്. യെസ്, ഐ തിങ്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ മേ ബി എന്തെങ്കിലും ഒരു കാര്യം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഡിലേസ് വരാം. ഓക്കെ, അത് നടന്നു കിട്ടാൻ ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ പലതും പരിശ്രമിക്കുകയും ചെയ്യുമായിരിക്കും. യൂണിവേഴ്സ് പറഞ്ഞ പോലെ ആ വഴി നോക്കുക, ഈ വഴി നോക്കുക, എല്ലാം നിങ്ങൾ ശ്രമിക്കും. പക്ഷെ ഐ തിങ്ക് അതിൻ്റെ ഡിലേസ് കാരണം മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവസാനം അത് കിട്ടുമ്പോഴേക്കും ഐ തിങ്ക് നിങ്ങൾ ഹാപ്പി അല്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഡിലേസ് പക്ഷെ എന്താ അറിയോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഡിലേസ് വരുന്നത് എന്താ പറയുക, നമുക്ക് അവസാനം അത് കൈ കിട്ടുമ്പോൾ അപ്പോഴായിരിക്കും അതിൻ്റെ എഫക്റ്റ്, എന്താ പറയുക, ആ ഒരു ശരിക്കും റിസൾട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. പക്ഷെ അതിന് പക്ഷെ നിങ്ങളപ്പോഴേക്കും മനസ്സ് മടുക്കരുത്. ഓക്കെ, ശ്രമിച്ച് മടുത്തു എന്ന് വരരുത് അല്ലേ. ഒരു കുഞ്ഞുങ്ങളെ പോലെ ഓക്കെ, എന്ത് കിട്ടിയാലും നിങ്ങൾ ആ ശ്രമിച്ച അതിന് കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് സ്വീകരിക്കാം. ഓക്കെ, കുറച്ച് മെസ്സേജ് കൂടി, ഒറാക്കിൾ മെസ്സേജ് കൂടി എടുക്കാം. Surrender. Okay, and needing direction, resonating, perfect storm, the courage to step into life. Okay, herald of change, curiosity. Okay, ഇവിടെ സ്കൈ ഡാൻസേഴ്സ് എന്ന് പറയുന്നുണ്ട്. സറണ്ടർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് വിടുക. എപ്പോൾ നടക്കുമെന്ന് ആങ്സൈറ്റി വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, കാര്യങ്ങൾ തടസ്സം വരുന്നല്ലോ, ഡിലേ ആവുന്നല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. യൂണിവേഴ്സിന് ഫുള്ളി സറണ്ടർ ചെയ്ത് വിടാം. അപ്പോഴേ നിങ്ങൾക്ക് ഹാപ്പി ആവാൻ പറ്റുള്ളൂ. അതുകൂടി ഒരു ഇതാണ്. ഓക്കെ, സോ യൂണിവേഴ്സിന് ഫുള്ളി സറണ്ടർ ചെയ്ത് വിടാം. എപ്പോൾ നടക്കുകയാണെങ്കിലും നടക്കട്ടെ, ഞാൻ വേണ്ട എഫേർട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ വെക്കാം. ഓക്കെ, ഇവിടെ സറണ്ടർ ചെയ്ത് വിടാം. ടൈമിംഗ് ഒന്നും ആലോചിക്കേണ്ട, എപ്പോൾ വരും, എപ്പോൾ കിട്ടും, എന്താവും എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. നീഡിങ് ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഡയറക്ഷൻ ഇപ്പോൾ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ടാവുക എന്താ ചെയ്യേണ്ടതെന്ന്. അതിനാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ യൂണിവേഴ്സ് ഗൈഡൻസ് തന്നത്. ദറ്റ് നിങ്ങൾ ചില വേറെ മെത്തേഡ്സ് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്, വേറെ വഴി ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഡീറ്റെയിൽ മനസ്സിലാക്കി ശ്രമിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് എത്താൻ യൂണിവേഴ്സ് വഴികൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, വെയിൽ സോങ് റെസനേറ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ വെയിൽ സോങ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെയിൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടാവും, നിങ്ങളറിയില്ല. അവർ സൗണ്ട് യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഒരു വെയിൽ ഉണ്ടാക്കുന്ന സൗണ്ട് അതിങ്ങനെ എക്കോ പോലെ ഇങ്ങനെ പോയിട്ട് അത് തട്ടി വേറെ ഇങ്ങനെ തിരിച്ചു വരിക എന്നൊക്കെ പറയില്ല, ആ രീതിക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവരുടെ. സോ നിങ്ങൾ ഇപ്പം എനിക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ, ഓക്കെ, ആ എനർജി വൈബ്രേഷൻ നിങ്ങൾ പോസിറ്റീവ് ആക്കി വെച്ചാൽ ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. അതായത് നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ചെയ്താൽ, പോസിറ്റീവായിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്താൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചും വരും. ഓക്കെ, ആൻഡ് ഇവിടെ പെർഫെക്റ്റ് സ്റ്റോം ഉണ്ട്, ദ കറേജ് ടു സ്റ്റെപ്പ് ഇൻ ടു ലൈഫ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തെങ്കിലും ഡിലേസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ എല്ലാം ഫേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ പഠിക്കാം. ഓക്കെ, അതിനുള്ള ധൈര്യം നിങ്ങൾ കൊണ്ടുവരിക എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എത്ര സ്റ്റോം വന്നാലും ശരി നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള ധൈര്യമുണ്ട്. യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഹെറാൾഡ് ഓഫ് ചേഞ്ച് ആണ്. കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, മാറ്റങ്ങൾ വരും. നിങ്ങൾ ഇപ്പം എന്തെങ്കിലും സിറ്റുവേഷനിൽ മാറ്റമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരും. ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ചേഞ്ചസ് ആവാം, നിങ്ങളുടെ എന്തെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞതിൻ്റെ അതിലുള്ള മാറ്റങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് ജോബ് ചേഞ്ച് ആയിരിക്കാം, സ്ഥലം ചേഞ്ച് ആയിരിക്കാം. എന്തായാലും ഒരു മാറ്റം വരുന്നുണ്ട് എന്ന രീതിക്കാണ് പറയുന്നത്. ആൻഡ് അത് വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും നിങ്ങൾക്ക്. ഐ തിങ്ക് ഓക്കെ, എക്സൈറ്റിംഗ്, ഹാപ്പി. ഓക്കെ, നല്ല മാറ്റങ്ങളാണ്. നല്ല ഒരു ചിലപ്പോൾ യാത്ര പോവാം, ട്രാവൽ ചെയ്യാം നിങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട്. അതിന് മുമ്പ് യെസ്, ചെറിയ തടസ്സങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യും, കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യും, ഡിലേസ് ഫേസ് ചെയ്യും അല്ലേ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല, എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങളോട് യൂണിവേഴ്സ് ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ആൻഡ് നിങ്ങളുടെ എനർജി വൈബ്രേഷൻ നിങ്ങളുടെ വളരെ ഹൈ ആയിട്ട് വെച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കുകയും ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും ഇതൊക്കെ ഞാൻ ചെറിയൊരു മെസ്സേജ് നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിച്ചതാണ്. എല്ലാവർക്കും ഉപകാരമാവട്ടെ, നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.